പൊതുപ്രവർത്തനം നിർത്തിയോ? ഇനി ഒന്ന് എൻജോയ് ചെയ്ത് ജീവിക്കാന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും കമ്മിറ്റി, എല്ലാ ദിവസവും അതേ ഒരു റെസ്റ്റ് ഇല്ലാത്ത ഓട്ടം എന്ന് പറയുമ്പോൾ അതിന് ഓടാനുള്ള ഒരു സംവിധാനം എനിക്ക് തന്നെത്താൻ ഉണ്ടാക്കാനും പറ്റും. കൊട്ടാരക്കരയിലെ നിലവിലുള്ള ഒരു രാഷ്ട്രീയ ചട്ടക്കൂടിനെ എങ്ങനെയാണ് നോക്കിക്കാണും? നല്ല രീതിയിൽ ജനങ്ങളോടൊപ്പം നിൽക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ ഇനി ഏത് പാർട്ടിയിലും ഉണ്ടാവണം. പാർട്ടിയിലെ ഒരു വിഭാഗം എതിരാകാനുള്ള കാരണം എന്തായിരുന്നു? അങ്ങനെ മാറ്റി നിർത്തണം എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കേ അറിയുള്ളൂ. അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് ഐഷ പോറ്റയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നത്? ഈ തീരുമാനം എടുക്കുന്നവർക്കല്ലേ അതിന്റെ ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് അതിന്റെ ഉത്തരം പറയാൻ പറ്റില്ല. ഈ കൊട്ടാരക്കരയിലെ പാർട്ടി നേതൃത്വം നമ്മളിങ്ങനെ ഇച്ചിരി അകന്നിരിക്കുന്നതിന്റെ കാരണമുണ്ടോ? ഇഷ്ടമല്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാനോ പറയാനോ പോകുന്ന ഏർപ്പാടേ ഇല്ല, പണ്ടേ ഇല്ല. സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാൻ പോവുകയാണ് പാർട്ടിയുടെ. ഞാനിപ്പോ ഒന്നിലും സജീവമല്ല, ഞാൻ കമ്മിറ്റിയിൽ ഇല്ലല്ലോ. കൊട്ടാരക്കര തന്നെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തില് അവര് പ്രമേയമായിട്ട് വെച്ച തന്നെ ഐഷ പോറ്റയെ കണ്ടു, ചർച്ചകൾ നടക്കുന്നു. ഇതിങ്ങനെ കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ. ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പോയില്ലേ? അയ്യോ, ഞാനൊന്നും ഒരാളല്ല അതൊക്കെ ആലോചിക്കും. നമസ്കാരം. മീഡിയ വിഷന്റെ മറ്റൊരു സംവാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സംവാദത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ എക്കാലത്തും നമ്മളോടൊപ്പം ഉള്ള പ്രിയങ്കരിയായ മുൻ MLA ഐഷ പോറ്റി മാഡമാണ്. എല്ലാവരും കുറേ നാളുകളായിട്ട് മീഡിയ വിഷൻ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ഐഷ പോറ്റി എന്ന്. ഐഷ പോറ്റി എങ്ങും പോയിട്ടില്ല, കൊട്ടാരക്കരയിൽ തന്നെയുണ്ട്. MLA അല്ലാതായതിനു ശേഷം ഐഷ പോറ്റിയുടെ വിശേഷങ്ങളൊക്കെ എന്താണ് എന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. എല്ലാവർക്കും ഈ സംവാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. നമസ്കാരം. കൊട്ടാരക്കര തന്നെ ഉണ്ടോ ഐഷ പോറ്റി? ഇടയ്ക്ക് മക്കളുടെ അടുത്ത് പോവും, അത്രേ ഉള്ളൂ. മോന്റെ അടുത്ത് പോവും. ഈയിടെ പിന്നെ ഒരു സർജറിയായി ബന്ധപ്പെട്ട് കണ്ണിന്റെ ഒരു സർജറി വന്നിട്ട് അങ്ങനെ കുറച്ച് 1.5 മാസത്തിന് മേളിലായിട്ട് മോന്റെ അടുത്താണ്. അതിന്റെ ഇടയ്ക്ക് മോളുടെ അടുത്ത് പോവും. ഒക്ടോബറിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോ മാർച്ച് വീണ്ടും പോവും. അവരെ ഒത്തിരി തിരക്കാവും. പിന്നെ അല്ലാത്ത സമയമല്ല, ഞാൻ എന്റെ ഓഫീസിൽ പോകുന്നുണ്ട്, വക്കീൽ ഓഫീസിൽ പോകുന്നുണ്ട്, സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ തന്നെ. പൊതുപ്രവർത്തനം നിർത്തിയോ? അതെന്തെന്നറിയോ, അങ്ങനെ നിർത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവായ കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് പറ്റാവുന്നിടത്തൊക്കെ ഞാൻ പോകും. ഇത് ഞാൻ MLA അല്ലാതായിട്ട് ഒരു 2 വർഷം വരെ നല്ലപോലെ ഓടിക്കൊണ്ടിരുന്ന പാർട്ടി പ്രവർത്തനത്തിലെല്ലാം. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ചില വീണൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റി. 21 ഇലക്ഷന് കാലൊന്ന് സ്ലിപ്പ് ചെയ്ത് അത് സമയത്തൊരു ട്രീറ്റ്മെന്റ് എടുത്തില്ല. അതിന് ഒരു വലിയ ശിക്ഷ കിട്ടിയ പോലെ ആയി. അതിപ്പോൾ ശരിയായി, അതെല്ലാം ഇപ്പം ശരിയായി. അപ്പോൾ അതൊക്കെ ആയപ്പോൾ എനിക്ക് അങ്ങനെ യാത്ര ചെയ്തെല്ലായിടത്തും എത്തി പറ്റല്ലേ വല്ലാത്ത മെനക്കേടായിപ്പോയി. ഓടി എത്താനായിട്ട് ആ ഒരു രീതി പറ്റുന്നില്ല എനിക്ക്, ഈ സംവിധാനത്തിൽ പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ പ്രാക്ടീസിലേക്ക് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓഫീസ് നന്നായി പോകുന്നുണ്ട്. ചിറ്റപ്പൻ അങ്ങ് മരിച്ചപ്പോൾ ഓഫീസ് ഏറ്റെടുക്കണമായിരുന്നു. പ്രാക്ടീസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഈ ഒഴിഞ്ഞിരിക്കുന്ന എല്ലാവരും പറയുന്ന ഫസ്റ്റ് റീസൺ ആണ് ശാരീരികമായ പ്രശ്നങ്ങൾ. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇപ്പം ഇല്ല. അന്ന് ഈ ഓട്ടത്തിന്റെ ഇടയ്ക്ക് കിട്ടിയ മാഷിന്റെ ഒരു ജാഥ വന്നപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഓട്ടോ വിളിച്ചു പോയി. ഇവിടുന്ന് അടുത്തല്ലേ, ആ ഹമ്പിൽ കയറിയിട്ട് ഇങ്ങനെ ചാടി ഭയങ്കര പ്രയാസമായി പോയി. ബാക്ക് പെയിൻ വന്നിട്ട് അതെല്ലാം ഇപ്പൊ വർക്കലയിൽ ഒരു ട്രീറ്റ്മെന്റ് നടത്തി എല്ലാം ഓക്കെ ആയി. അപ്പോഴാണ് കണ്ണിന്റെ കോർണിയയ്ക്ക് ഒരു ചെറിയ പ്രശ്നം വന്നിട്ട് അതിന്റെ സർജറിയും കഴിഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഇനി ഒന്ന് എൻജോയ് ചെയ്ത് ജീവിക്കാന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും കമ്മിറ്റി, എല്ലാ ദിവസവും അതേ ഒരു റെസ്റ്റ് ഇല്ലാത്ത ഓട്ടം എന്ന് പറയുമ്പോൾ അതിന് ഓടാനുള്ള ഒരു സംവിധാനം എനിക്ക് തന്നെത്താൻ ഉണ്ടാക്കാനും പറ്റുന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഏറ്റവും നല്ലത്, എൻ്റെ ഏറ്റവും നല്ല പ്രൊഫഷൻ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, പണ്ട് ഒരുപാട് ചെയ്തുകൊണ്ടിരുന്ന, വർഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ജോലിയൊക്കെ ഞാൻ ചെയ്തു തീർത്തു. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെതായ രീതിയിൽ ജീവിക്കാമല്ലോ, അത് നല്ല. അതിൻ്റെ ഇടയ്ക്ക് കൂടെ പറ്റുന്ന എല്ലാ പരിപാടിക്കും പോയി വരാൻ സൗകര്യം ചെയ്തു തരുന്ന പൊതുവായ പരിപാടിയിൽ ക്ലാസ് എടുക്കാനൊക്കെ ഞാൻ പോകുന്നു. അതെ അതെ. ഈ ഐഷ പോറ്റി രാഷ്ട്രീയ തർക്കങ്ങളിൽ അല്ലെങ്കിൽ വിവാദങ്ങളിൽ അധികം പെടാത്ത ഒരാളാണ്. പക്ഷെ കൊട്ടാരക്കരയിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇപ്പോൾ ഐഷ പോറ്റിയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. കൊട്ടാരക്കര തന്നെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അവർ പ്രമേയമായിട്ട് വെച്ച തന്നെ മുന്നോട്ട് വെച്ചൊരു ചർച്ച ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് ഐഷ പോറ്റിയെ കണ്ടു, ചർച്ചകൾ നടക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഞാനന്ന് സർജറി കഴിഞ്ഞിട്ട് അവിടെ അനങ്ങരുതെന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അതൊന്നും ഇതൊക്കെ നീ കേട്ടുള്ള അറിവേ ഉള്ളൂ എനിക്ക്. എന്തായാലും ഈ പ്രവർത്തനം ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് പാടാവുന്നുണ്ട്. അത് ഞാൻ എല്ലാ നേതാക്കളോടും പറഞ്ഞായിരുന്നു, എനിക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല. അത് പറ്റുന്നവര് ചെയ്യട്ടെ, അല്ലാതെ ഇപ്പൊ വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇപ്പൊ ഇല്ല, അതെല്ലാം ക്യൂറായി. ഈ സർജറി കഴിഞ്ഞു, കണ്ണിന് വന്ന പ്രശ്നവും മാറിക്കഴിഞ്ഞു. നന്നായിട്ട് പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഈ കോൺഗ്രസ്സുകാർ പറയുന്നതിൽ വല്ല കാര്യമല്ല ഉണ്ടോ? ഒരു വിവരവും ഇല്ല.
ഒരു വിവരമില്ല. ഒരറിവുമില്ല. അവർ ആഗ്രഹം പറഞ്ഞായിരിക്കും. തീർച്ചയായിട്ടും അവർക്ക് ആ ആഗ്രഹം വേണേ പറയാലോ. ശരി. കാരണം ഒരു പാർട്ടിയിൽ നിന്ന് ഒരാള് ഒഴിവായി എന്ന് പറയുമ്പോൾ ഒഴിവാകാൻ കഴിയുമ്പോൾ സ്വാഭാവികമല്ലേ അത്. അതെ. ഇപ്പോ സരിൻ CPM-ലേക്ക് വന്നു, അതെ. വേറുള്ള സന്ദീപ് വാര്യരും വന്നെങ്കിലും എടുക്കുമായിരുന്നല്ലോ. അത് എന്നും നമ്മൾ കാണുന്ന ചർച്ചയല്ല. അവരുടെ ഒരു സന്തോഷം പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. അല്ല, അവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഐഷാപ്പറ്റി അംഗീകരിക്കാൻ അവർക്ക് സന്തോഷമാണ്. അത് സന്തോഷമായിട്ട് ഇരുന്നോട്ടെ, എനിക്ക് വിഷമമൊന്നുമില്ല. അത് സ്വാഭാവികമല്ലേ. ഇപ്പൊ CPM ആണെങ്കിലും വേറൊരു പാർട്ടിയിൽ നിന്ന് വിട്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോഴേ സന്തോഷമായിട്ട് സ്വീകരിക്കുകയല്ലേ. പത്തനംതിട്ടയിൽ എത്ര പേരെ സ്വീകരിച്ചു, RSS നിന്നും BJP നിന്നും എല്ലാ പാർട്ടിയിൽ നിന്നും. അത് നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ. അവരുടെ ഒരു ആഗ്രഹവും പറഞ്ഞു, അത്രേ ഉള്ളൂ. അത്രയല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. ഇനി ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. അപ്പൊ ചർച്ചകളും ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകളും എല്ലായിടവും നടക്കുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും നല്ല രീതിയിൽ ജനങ്ങളോടൊപ്പം നിൽക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ ഇനി ഏത് പാർട്ടിയിലും ഉണ്ടാവണം. ആ ജനങ്ങളെ മറന്നുള്ള പ്രവർത്തനം ആര് ചെയ്താലും ശരിയാവത്തില്ല. ഒരു സിൻസിയറിറ്റി വേണ്ട എല്ലാവരോടും. അതെല്ലാവരും കാണിക്കണം, നല്ല ആത്മാർത്ഥതയോടുകൂടി തന്നെ. അതുപോലെ ലീഡർഷിപ്പിൽ വരുന്നവരെ നല്ല കാഴ്ചപ്പാടുള്ളവരും കറക്റ്റ് അല്ലാത്തവരും മനുഷ്യ സ്നേഹമുള്ളവരും ഈ അണികളോട് നല്ല സ്നേഹമുള്ളവരും ആയിരിക്കണം. അങ്ങനെയൊക്കെ വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ പൊതുവിൽ വരും. ഞാൻ അങ്ങനെ പൊതുവായിട്ട് പറഞ്ഞത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞത്. കൊട്ടാരക്കരയിലെ നിലവിലുള്ള ഒരു രാഷ്ട്രീയ ചട്ടക്കൂടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് അഭിപ്രായം ഇല്ല, ഒരു അഭിപ്രായവും പറയാനില്ല. മുമ്പ് RSSന്റെ BJP ചേരുന്ന പറഞ്ഞ ഇതുപോലെ പ്രചരണം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോലും അറിയാതെ അത് ഇടത് കാമ്പയിനുകൾ തന്നെ നടത്തിയൊരു പ്രചരണം. അത് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അതെല്ലാം മനസ്സിലാക്കിയായിരുന്നു പിന്നീട്. അയ്യോ, അവിടെ അത് അന്ന് കോവിഡ് കാലത്ത് മനുഷ്യന് പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തപ്പോ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഒരു നെല്ലിമരം നടാൻ ഇവിടെ വന്നു. അപ്പൊ അത് ഞാനൊരു ജനപ്രതിനിധിയല്ലേ. ഒരു ജനപ്രതിനിധി ഏത് പാർട്ടിക്കാരിയാണെന്നോ അല്ലെ പാർട്ടിക്കാരനാണെന്നോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനപ്രതിനിധി എല്ലാവരുടെയും ജനപ്രതിനിധിയാണ്. അപ്പൊ അവിടെ ഒരു മരം നടട്ടെ എന്ന് ചോദിച്ചാൽ അത് ഇത്രയും വലിയ ഇഷ്യൂ ആയി ഞാൻ തന്നെ അതിശയിച്ചു പോയി. പിന്നെ ഞാൻ BJP പിന്നീടാണ് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചർച്ച ചെയ്ത് അടുത്ത തവണ സീറ്റ് തന്നില്ലേ BJP പോകുമെന്ന് ചോദിച്ചു. അപ്പൊ ഇതെന്തിനും ഇങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്ക് അന്നേരം ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ അങ്ങ് ചർച്ചയായി പോയി ശരിയായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, അതൊരു ബോധപൂർവം ക്രിയേറ്റ് ചെയ്തൊരു ചർച്ചയായിരുന്നല്ലോ. തീർച്ചയായിട്ടും ആയിരിക്കാൻ സാധ്യതയുണ്ട്. എവിടുന്നാന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആരോ ക്രിയേറ്റ് ചെയ്തൊരു വാർത്തയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ മരം നട്ടത് മാത്രമല്ല, അതിനെ പിന്നെയും വക്രീകരിച്ച് സകല ചാനലിന്ന് വിളിച്ച് BJP പോയി. അടുത്തവണ സീറ്റ് തന്നില്ലെങ്കിൽ BJP പോന്നു. നെല്ലിമരമൊക്കെ പിന്നെ പോയി. ഈ പരിപാടി ഒന്നും എന്റെ അടുത്ത് വേണ്ട. സത്യം ഞാൻ പറയാല്ലേ, എനിക്ക് ഈ മാതിരിയുള്ള ഈ അണ്ടർപണികളൊന്നും ആര് ചെയ്താലും ഇഷ്ടമല്ല. ആര് ചെയ്താലും എന്ത് ടാർഗറ്റ് ചെയ്യാൻ വന്നാലും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്റേതായ രീതി തുറന്നു പറഞ്ഞ് നേരെ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. എനിക്കിങ്ങനെ ഓടാൻ പറ്റുന്നില്ല. അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിച്ചതല്ല. ഞാൻ അന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ലവണ്ണം കേസുള്ള ആളായിരുന്നു. ബാങ്കിന്റെ അഡ്വൈസർ, ധനലക്ഷ്മി ബാങ്കിന്റെ, അവരിന്നും പാനലിൽ നിന്ന് മാറ്റിയിട്ടില്ല. പിന്നെ ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട്, കുറെ സിവിലും ക്രിമിനലിനെ അപ്പനെ നോക്കുകയുള്ളൂ. കേസ് നടത്തി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. നല്ല ഇൻകം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അന്നേരം വന്നിങ്ങനെ മത്സരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഓടിയ ആളാണ്. എനിക്ക് പറ്റൂല, കുട്ടികൾ ചെറുതാണ്. മോള് 10, മോന് 5 എനിക്ക് പറ്റില്ല. അവരെയൊക്കെ കെയർ ചെയ്യുന്ന ഞാനായിരുന്നു. ചേട്ടന് നല്ല തിരക്കായതുകൊണ്ട് അതിനൊന്നും സമയമില്ല. പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ നേതാക്കളൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ അങ്ങ് നിന്നതാണ്. ഇപ്പൊ കുറെ ആയി പ്രസിഡന്റ് ആക്കി പാർട്ടി. അതൊരു അവസരമായി. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പിന്നെ നിന്നപ്പോ മത്സരിച്ചപ്പോ അസംബ്ലിയിലോട്ട് മത്സരിക്കാൻ പറഞ്ഞു. രണ്ടാമത് വീണ്ടും ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു. അത് രാജിവെച്ചതിലൊക്കെ പോകാൻ പറഞ്ഞു. അത് അങ്ങനെ പാർട്ടി പറഞ്ഞപ്പോ പിന്നെ ഏതായാലും അങ്ങ് ഇറങ്ങി. എന്നാ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്തങ്ങ് പോയി. അപ്പൊ ഓരോ തവണയും കഴിയുമ്പോൾ ഞാൻ ബുക്കൊക്കെ വേറെ മേടിച്ച് ഒക്കെ ഇനി പ്രാക്ടീസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അല്ലാതെ ഞാൻ ഇതൊന്നും ഇങ്ങനെ കടിച്ചു തൂങ്ങണമെന്നൊന്നും, അതൊക്കെ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കഷ്ടം. അതാണ് ഈ പാർട്ടിയിലെ ഒരു വിഭാഗം എതിരാകാനുള്ള കാരണം എന്തായിരിക്കും? എനിക്കറിഞ്ഞൂടാ എതിരാണോ എന്തുകൊണ്ടാണ്. അതൊക്കെ നിങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ മതി. ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഈ നാട്ടിലെ ഓരോ ജനത്തിനും ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും എന്നെ നന്നായി അറിയാം. അത്രയും നാളുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാം
ഞാൻ എന്തിനാ പറയുന്നത്, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യവും. എനിക്കെന്തായാലും ആരോടും ഒരു പിണക്കവും ഇല്ല, ആരോടും ഒരു ദേഷ്യവും ഇല്ല, ഒരു ചിന്തയും ഇല്ല. അല്ല അങ്ങനല്ല, എന്നാലും ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിയെ സംബന്ധിച്ചോളം നമ്മളാൽ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തവരാണ്. തീർച്ചയായിട്ടും മനുഷ്യന് സാധ്യത. അതെ അതെ, അതിനെല്ലാം ഒരു മനുഷ്യത്വപരമായിട്ട് കാര്യങ്ങൾ കണ്ടവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തപ്പെടണമെങ്കിൽ, അങ്ങനെ മാറ്റി നിർത്തണം എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കേ അറിയുള്ളൂ എന്താ അതിന്റെ റീസൺ. ഏതെങ്കിലും നേതാക്കന്മാരുടെ സംസാരിച്ചിരുന്നു എനിക്ക് ഇങ്ങനെ പോവാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ രീതിയിൽ ഇങ്ങനെ ക്ലേശിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ പോകേണ്ട ഒരാളല്ലല്ലോ ഞാൻ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ എന്റെ പ്രൊഫഷനും താത്തു വെച്ചിട്ട് ഇതെല്ലാം പറഞ്ഞ് കേട്ട് ചെയ്യിപ്പിച്ച ജോലി മുഴുവൻ 100% ആത്മാർത്ഥതയോടെ ചെയ്തു. അപ്പൊ അത് കഴിയുമ്പോ പിന്നെ നമുക്ക് എന്റെ പ്രൊഫഷൻ നോക്കുവല്ലാതെ വേറെന്താ ചെയ്യാൻ പറ്റുക? എല്ലാ 24 മണിക്കൂറും പ്രവർത്തനം കൊണ്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കാലത്തിനനുസൃതമായ മാറ്റം രാഷ്ട്രീയ പാർട്ടികളിലുണ്ടാകും. പഴയ കാലത്തെ നൂറ്റാണ്ട് മുമ്പുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാതെ അങ്ങനെയുള്ള പണ്ടുകാലത്തെ നവോത്ഥാനങ്ങളൊന്നും ഇന്ന് ആർക്കും അറിയുന്ന പോലുമല്ല. എന്ന് ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞാലും വന്ന വഴി മറക്കരുതെന്ന് പറഞ്ഞാലും ഇങ്ങനെ അങ്ങ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ കാലത്ത് എങ്ങനെ പിടിച്ചു നിൽക്കണം, ആ രീതിയിൽ ജോലി ചെയ്തുകൊണ്ട് എല്ലാവരും, ഏത് പാർട്ടിക്കാരായാലും എല്ലാ രാഷ്ട്രീയക്കാരും ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങൾ. ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ എല്ലാം ഉണ്ടല്ലോ. ഈ പ്രവർത്തന രീതി തന്നെ മാറ്റേണ്ട കാലം എന്നേ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, എന്റെ സ്വന്തം കാര്യം മാത്രം പറയണം. അങ്ങനെയൊക്കെ മാറ്റി ഈ മനുഷ്യന്റെ പൾസ് മനസ്സിലാക്കണം. നമ്മുടെ ഓരോരുത്തരെയും നമ്മൾ റിവ്യൂ ചെയ്യണം. ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, മനുഷ്യർക്ക് എന്താണ് നമ്മളെ പറ്റിയുള്ള അഭിപ്രായം, ഞാൻ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പോകുന്നുണ്ടോ എന്ന് ഞാൻ എന്നെ കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾക്കറിയാമല്ലോ. അത് റിവ്യൂ ചെയ്യാനേ പറ്റുമല്ലോ. ആൾക്കാരോട് പലപ്പോഴും നമ്മുടെ പ്രവർത്തനം ശരിയാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാമല്ലോ. സ്വാഭാവികമായിട്ടും പലരെ വിട്ട് ചോദിക്കാമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പോയാൽ നല്ലത്. അല്ല, ഈ റിവ്യൂ ഇല്ലാഞ്ഞിട്ടല്ലോ, പൊതുജനങ്ങളിൽ നിന്ന് നമ്മളെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയാം. അത് അറിയാൻ കഴിഞ്ഞിട്ടൊന്നും അല്ലല്ലോ. എനിക്ക് അതേപറ്റി ഒന്നും പറയാനില്ല. ഒരു അഭിപ്രായം അതേപറ്റി പറയാൻ. എന്തുകൊണ്ടാണ് ഒരു സാറിന് ഒരുപാട് പേര് ഗോഡ് ഫാദറിന്റെ ഇതോടുകൂടി പൊങ്ങി പോകാറുണ്ട്, അല്ലെങ്കിൽ അല്ല, എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. എന്റെ അച്ഛനും ചിറ്റപ്പന്മാരും ഒക്കെ ഒരുപാട് ത്യാഗം സഹിച്ച് ഈ പ്രസ്ഥാനത്തിലൊക്കെ നിന്നിട്ടുള്ള, അവരുടെയൊക്കെ പണം ഉപയോഗിച്ചുകൊണ്ട് അത് ഒക്കെ ഓർത്തിട്ടുണ്ട്. അത്രയും ഒരു ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ കുറെ പ്രവർത്തിക്കാനുള്ള ഒരു നിയോഗം ഉണ്ടായതെന്ന് തോന്നുക. അല്ല, ഒരു 15 വർഷം ജനപ്രതിനിധി ആയിരുന്ന ഒരാൾക്ക് കൊട്ടാരക്കരയിൽ ചെയ്യാൻ കഴിയാവുന്ന 20 വർഷം ഒരു ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇത് സംബന്ധിച്ച പൊതുജനാഭിപ്രായം നമ്മുടെ നേതൃത്വത്തിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ട് അവരത് പരിഗണിക്കുന്നില്ല? ഇനി അതല്ലായിരിക്കും പ്രവർത്തനങ്ങൾ വേണ്ടത്. എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് പ്രവർത്തനത്തിന്, അത് എനിക്കറിയത്തില്ല എന്താന്ന്. അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ പരിഗണിക്കാന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലാണല്ലോ ആയിരുന്നു. പാർട്ടി സമ്മേളനമൊക്കെ ഞങ്ങൾ ഗംഭീരമായിട്ട് നടത്തിയതാ. കഴിഞ്ഞ ഇവിടെ വെച്ചായിരുന്നു. ഞാനൊക്കെ അതിന്റെ മുന്നിൽ നിന്ന് പ്രചരണത്തിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. ഫുള്ള് വർക്കും ചെയ്ത് നല്ല രീതിയിൽ അതെല്ലാം ഗംഭീരമാക്കി. പാർട്ടി പ്രവർത്തനത്തിലൊക്കെ നല്ല സജീവമായി. പക്ഷെ ഓടിയെത്താൻ പറ്റണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 1 മാസത്തെ പെൻഷൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഇങ്ങനെ പോകാനായിട്ട് പറ്റത്തില്ല. പറയേണ്ടത് പലതും പറയേണ്ട സമയത്ത് പറയാതിരുന്നതിന്റെ ഒരു പ്രശ്നം കൂടിയില്ലേ? എന്തിനാ ഞാൻ അങ്ങനെ പറയുന്ന? ഞാനൊന്നും പറഞ്ഞിട്ടല്ലല്ലോ ചെയ്തിട്ടുള്ളത്. ഞാനൊന്നും ആരോടും ചോദിച്ചു വാങ്ങിയിട്ടില്ല ഒരു കാര്യങ്ങളും. പക്ഷെ പഴയ രീതി അല്ല ഇപ്പോഴ്. കാലം മാറുമ്പോൾ അനുസരിച്ച് മൊത്തത്തിൽ ആൾക്കാരുടെ അപ്രോച്ചിനൊരു മാറ്റം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒട്ടും തോന്നാതെ വന്നു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. നമുക്കൂടി നല്ല ഞാനൊക്കെ വന്ന കാലത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ. ഞാനൊക്കെ ആക്റ്റീവായിട്ട് വന്നപ്പോൾ ഒരുപാട് വളരെ നല്ല സ്നേഹത്തോടെയൊക്കെ. ഇപ്പൊ ആർക്കും സ്നേഹമില്ലെന്നൊന്നും അല്ല, പക്ഷെ അതെനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണെന്ന് തോന്നി. എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നറിയില്ല. നമ്മുടെ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ച ഒരാളാണ്. തീർച്ചയായിട്ടും മക്കളെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല, വീട്ടുകാരെ നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ അപ്പുറം പോവും. അതെന്ന് പറഞ്ഞാൽ വലിയൊരു മാസാ. അപ്പൊ എന്റെ പ്രൊഫഷനിൽ എനിക്ക് വരുന്ന കേസെല്ലാം ഞാൻ ഓഫീസിലേക്ക് വിടും. എനിക്ക് പോയി നടത്തിയാൽ ആ മുഴുവൻ ഫീസും എനിക്ക് വാങ്ങാം. അതൊന്നും പറ്റത്തില്ല. പക്ഷെ അതും ഒരുമാതിരി കൊണ്ടുപോയി മക്കളെയൊക്കെ വിളിച്ചും ഒക്കെ കൊണ്ടുപോയി ഒരുവിധം ഇങ്ങനെ. പക്ഷെ ഈ ജനങ്ങൾ നിന്ന ഓട്ടം എന്ന് പറയുമ്പോൾ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി. അപ്പം നമ്മൾ അത്രയും ത്യാഗം സഹിച്ചു. തയ്യാറുള്ളവർ നിന്നാൽ മതി. വയ്യെങ്കിൽ ഞാൻ താത്തു വെക്കുന്നത് കൊണ്ടാ. ഇനി പറ്റുന്നില്ലേ ഇപ്പൊ ഓടിയെത്താൻ? എല്ലായിടത്തും ഓടിയെത്തണമെങ്കിൽ അതിനൊരു സംവിധാനം ഉണ്ടെങ്കിലേ പറ്റും. അതിപ്പം
എനിക്കങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പല കാര്യങ്ങളിലും പാർട്ടി നിലപാട് തിരുത്തുകയും മാറ്റി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഓരോ ദിവസം അനുസരിച്ച് മാറ്റുക. ഈ വിശ്വാസത്തിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു തർക്കം നേരത്തെ തൊട്ടുണ്ട്. ഒരു പക്ഷേ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പേരിൽ പഴിയേക്കപ്പെട്ട ഏക MLA ഐഷാപ്പുറ്റി ആയിരിക്കും. മോനായിക്ക് എത്ര പഴി കേട്ടില്ല. പക്ഷെ വീണ ജോർജ് ദൈവനാമത്തിലാ സത്യം. അതിനെന്താ അപ്പൊ കാലം മാറിയെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് കാലം മാറിയപ്പം അപ്രോച്ച് മാറിയില്ലേ. എനിക്കതിലൊന്നും ഒന്നും തോന്നുന്നില്ല. ഞാൻ പക്ഷെ അന്നും ഇന്നും എന്നും എനിക്ക് എന്റേതായ ഒരു വിശ്വാസമുണ്ട്. അന്ധവിശ്വാസങ്ങൾ ഒട്ടും ഇല്ലെങ്കിലും ഞാൻ നല്ല വിശ്വാസിയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും പോവും. പണ്ടൊക്കെ പള്ളിയിൽ വരെ പോയിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത്, കുട്ടികളുടെ കൂട്ടുകാരികളുടെ കൂടെ. അങ്ങനെയൊക്കെ എനിക്കതെല്ലാം ഇഷ്ടം തന്നെ, ഇപ്പോഴും ഇഷ്ടം തന്നെ. എല്ലാരോടും അത് തന്നെ. ഇപ്പൊ വളരെ സന്തോഷവും സമാധാനവും ഉണ്ട്. ഈ കൊട്ടാരക്കരയിൽ ഇപ്പോ നടക്കുന്ന കുറെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നേ? ഇപ്പൊ നടക്കുന്ന വികസന പ്രവർത്തനങ്ങള് ഇന്നാലായതൊക്കെ ഞാൻ ഒത്തിരി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് നോക്കിയിട്ടില്ല. തുടക്കമിട്ടത് കുറെ പൂർത്തീകരിച്ചു വരുന്നുണ്ട്. നഴ്സിംഗ് കോളേജ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ IT പാർക്ക് പിന്നെ മറ്റേ ഓവർ ബ്രിഡ്ജ് വേണ്ടാന്ന് വെച്ചിട്ട് ബൈപ്പാസ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇരുന്നപ്പോ തന്നെ ഏതാണ്ട് പൂർത്തീകരിച്ചായിരുന്നു ചെട്ടിയാരഴീത്ത് പാലമൊക്കെ. കുറെ സ്ട്രെയിൻ എടുത്ത് കൊണ്ടുവന്നിരുന്നു. അതെല്ലാവർക്കും മനുഷ്യർക്കൊക്കെ അറിയാവുന്നതല്ലേ. ഞാൻ MLA അല്ലാതായപ്പോഴും ഞാൻ KM എബ്രഹാം അദ്ദേഹത്തിനെ ഒക്കെ വിളിച്ചു, ഇത് സ്പീഡാക്കണേന്നും അതിന്റെ തടസ്സങ്ങൾ മാറ്റണം എന്നൊക്കെ പറയും. ഒന്നാമത് മിനിസ്റ്റർക്ക് ഭയങ്കര തിരക്കല്ലേ, അപ്പൊ എല്ലാം ഇങ്ങനെ നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ വിളിക്കുമായിരുന്നു. ഈ കുറെ തീർന്നു കഴിഞ്ഞപ്പോഴും അതിനിടയ്ക്കും ഒക്കെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ അറിയാം അതൊക്കെ. പിന്നെ ഇനി പുതിയതൊക്കെ വരുമായിരിക്കും ഒത്തിരി കാര്യങ്ങൾ. അന്ന് നമ്മള് ഇരുന്നപ്പോ തന്നെ വന്ന് അന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്കിൽ പാർക്കിൽ ഇപ്പൊ ഇത് ലീപ് സെന്റർ ആക്കി. അത് തന്നെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. പിന്നെ ഇവിടെ എന്തോ സോഹന്റെ ഒരു പ്രൈവറ്റ് കമ്പനി വരും. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ നഴ്സിംഗ് കോളേജ് വന്നുകൊണ്ട് കുറെ പേർ കൂടി പഠിക്കാനായി. ഈ മണ്ഡലം വികസനത്തില് നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് കുറെ ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴേ അതൊരു സന്തോഷമുള്ളതായിരുന്നു. ഒരുപാട് വ്യൂസ് ഉള്ള നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർ. ഞാനതുകൊണ്ടായിരുന്നു അന്ന് എല്ലാരെയും വിളിച്ചു കൂട്ടിയൊക്കെ ഇങ്ങനെ ചോദിച്ച്, ട്രാഫിക്കിന്റെ ആയാലും എന്തൊരു മീറ്റിംഗ് വന്നാലും വികസന പ്രവർത്തനങ്ങളിൽ ഒരുപാട് പേരുടെ നല്ല അഡ്വൈസ് കിട്ടുമല്ലോ. അതുകൊണ്ട് ചേർത്ത് അങ്ങ് പ്രസന്റ് ചെയ്തൊക്കെ പോകുന്നതാ. പിന്നെ നിരന്തരം ഫോളോ ചെയ്യുക, എല്ലായിടത്തും ഇരുന്ന് വിളിച്ച് അങ്ങനെ പോയി. അങ്ങനെയൊക്കെ അങ്ങ് പോയായിരുന്നു. ഇപ്പോഴും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട്, വാട്സപ്പിലൊക്കെ കാണുന്നുണ്ട്. അത് അന്ന് തുടക്കപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോഴും പകുതിയിൽ കിടക്കുന്നേ ഉള്ളൂ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മാർക്കറ്റൊക്കെ അന്ന് മേഴ്സിക്കുട്ടി വന്ന അന്ന് വന്നായിരുന്നല്ലോ പുത്തൂര് ഇവിടെയൊക്കെ. പക്ഷെ പിന്നെ അത് എന്താണോ എന്തോ ഡിലേ ആയി പോയി. ഇപ്പൊ എന്തോ പണി തുടങ്ങിയില്ലേ, പുത്തൂര് ഉദ്ഘാടനവും ചെയ്തതായിട്ട് കേട്ടായിരുന്നു. അപ്പൊ ഇനി പോലീസ് സ്റ്റേഷനൊക്കെ പണിയുന്നു കേട്ടിട്ടുണ്ട്. ഈ പാർട്ടി പരിപാടികളൊക്കെ ഇപ്പൊ നമ്മളെ അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? പിന്നെ അറിയിക്കണ്ടല്ലോ, ഞാൻ കമ്മിറ്റിയിലൊന്നും ഇല്ലല്ലോ. പിന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെയാ പൊതുരംഗത്ത് സജീവമാകാനുള്ള? പൊതുരംഗത്തെന്നല്ല, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. അതിന് രാഷ്ട്രീയ പാർട്ടിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ പ്രവർത്തന പരിചയവും ഒക്കെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അതൊക്കെ എനിക്കിഷ്ടമാണ്. വല്ല ക്ലാസ് എടുക്കലോ അതുപോലെയുള്ള കാര്യങ്ങൾ, നിയമബോധവൽക്കരണ ക്ലാസ്സും. പിന്നെ എനിക്ക് കേസ് നോക്കാൻ ധാരാളം ഉണ്ടല്ലോ. പുതിയ ഓഫീസിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ? പുതിയ ഓഫീസല്ല, പഴയ തന്നെ. അത് പക്ഷെ ഒന്നുകൂടെ സെറ്റപ്പ് ചെയ്തു ഞാൻ ഞങ്ങളുടേതായ രീതിക്ക്. കാലത്തിനനുസരിച്ചൊരു മാറ്റമൊക്കെ വരുത്തിയിരുന്നു. അപ്പനിരിക്കുമ്പോ അല്ലെങ്കിൽ കയറി ഇടപെടാൻ പറ്റില്ല. ഇപ്പൊ പിന്നെ നമ്മുടെ കൺട്രോളിലല്ലേ. അപ്പൊ അതിനനുസരിച്ച് നല്ല ഭംഗിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ ഉണ്ട്, നല്ല നല്ല ജൂനിയർ വന്നില്ല. എല്ലാരും നല്ല മിടുക്ക്, പഠിക്കണം എന്നുള്ളവരാ. കൊച്ചു പിള്ളേരാ, ഒരു 2 വർഷമായവരും ഇപ്പൊ എൻറോൾ ചെയ്തവരും പഠിക്കാൻ റെഡിയാ. അങ്ങനെയൊന്നും കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല രസമാണ്. കേസൊക്കെ വരുമ്പോഴായാലും എനിക്ക് സമയം പോകുന്നതിന് ഒരു പാടേ ഇല്ല. ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം ആരെങ്കിലും മുന്നിലേക്ക് വെച്ചാൽ എന്ത് പ്ലാറ്റ്ഫോമാ? എന്റേതായിട്ടുള്ള എക്സ്പീരിയൻസും എനിക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള പൊതുവായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളോ അങ്ങനെയൊക്കെ ആരെങ്കിലും ഓർഗനൈസേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഈ ഒരു പ്രശ്നം, ഈ പോയി വരാനുള്ള ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ.
തന്നെ ഇനി വണ്ടി ഓടിച്ചൊക്കെ പോകാനൊന്നും വിടത്തില്ല എന്ന് ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല, അത് പറ്റില്ല. വണ്ടിയൊക്കെ ഓടിക്കും, പക്ഷെ ഒറ്റയ്ക്ക് എടുത്തിട്ടൊക്കെ പോയി എല്ലാ പരിപാടിക്ക് എന്നും പാർക്കും ചെയ്ത് അങ്ങനെയൊന്നും പോകേണ്ട ഒരാളല്ല ഞാനെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അതിനൊന്നും ഞാൻ തയ്യാറില്ല. എന്നെ വിളിച്ച് കംഫർട്ടബിളായിട്ട് വിളിച്ച് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവിടുന്ന എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ പങ്കെടുക്കും. അത്രയേ ഉള്ളൂ. നല്ല നല്ല പരിപാടികൾ, എന്ത് മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാകുന്ന നല്ല ക്ലാസ്സുകളോ അവയർനെസ് ക്ലാസ്സുകളോ അതുപോലെ സെമിനാറുകളോ എന്തെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ള, അതുപോലെ നിയമബോധന ക്ലാസ്സുകൾ ഒത്തിരി കൊടുക്കേണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ആണെങ്കിലും രാഷ്ട്രീയ പ്ലാറ്റ്ഫോം എല്ലാവരും ഇങ്ങനെ അടിച്ചു പിടിച്ചിരിക്കുന്നവരല്ലേ. എനിക്ക് അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമല്ല ഞാൻ ഒരു കാര്യത്തെ പറ്റി ഞാൻ ചിന്തിച്ചില്ല. നല്ല എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനങ്ങള് ഓർഗനൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ്. ഈ കോൺഗ്രസ്സുകാർ ഇപ്പൊ ഉയർത്തിവന്ന ചർച്ച എന്തെങ്കിലും ബോധപൂർവമായിട്ടുള്ള ചർച്ചയാണോ? അവരുടെ ആഗ്രഹമായിരിക്കും, അല്ലാതെ അവരുടെ ആഗ്രഹമായിരിക്കും. കൊട്ടാരക്കര മണ്ഡലം അവര് വളരെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്ത കൊട്ടാരക്കര മണ്ഡലം പ്രവർത്തക സമ്മേളനത്തിലാണ് അവരിങ്ങനെ ഒരു ചർച്ചയും അതും പ്രമേയമായിട്ട് പുറത്തുവിട്ടത്. ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല, അന്ന് ഫോൺ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ആരോ വിളിച്ചു, അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഓണാക്കി ലൗഡ് സ്പീക്കർ ഇട്ട് തന്നു, അതിൽ നോക്കാൻ പാടില്ലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വന്നതും ഇങ്ങനെ വാർത്തയൊക്കെ വായിച്ച് കേൾപ്പിച്ചു തന്നായിരുന്നു. മാതൃഭൂമിയിലെ ഒരു വാർത്ത വന്നിരുന്നല്ലോ. അങ്ങനെയുള്ള അറിവേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ഞാൻ അറിഞ്ഞോട്ടുള്ളതല്ല. അത് അവരവരുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞില്ലേ, ഓരോ പാർട്ടിയിലും ഇറങ്ങിയാൽ ഇപ്പൊ എത്ര പേര് BJP പോകുന്നുണ്ട്, എത്ര പേര് കോൺഗ്രസിൽ പോകുന്നു, എത്ര പേര് CPM വരുന്നു, എത്ര പേര് CPI പോകുന്നു. ഇതിങ്ങനെ കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ. ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പോയില്ലേ? അയ്യോ, ഞാനൊന്നും ഒരാളല്ല അതൊക്കെ ആലോചിക്കും. ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പോയി. BJP-ക്കാര് ആഗ്രഹം അറിയിച്ചെന്നാ അറിഞ്ഞേ. ഞാൻ എന്നോട് ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നോട് ഇതൊന്നും ആരും ഇങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഓരോ പാർട്ടിയും അവരുടെ താല്പര്യം പറയുന്നത് CPM പറയത്തില്ലേ, വന്നാൽ തീർച്ചയായിട്ടും വേണ്ട അക്കോമഡേഷൻ കൊടുക്കും. ഇപ്പൊ സരിൻ വന്നു, സരിനെ ഉടനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. ഷാഹിദ കമാൽ വന്നു, വനിതാ കമ്മീഷന്റെ അംഗമാക്കി. കുറേ നല്ല കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ റോസമ്മ ചാക്കോയോ എന്തോ അവിടെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ആളെ ഇവിടെ കൊണ്ടുവന്ന് എന്തോ ഒരു ചെയർപേഴ്സൺ ഒക്കെയാണ്. അപ്പൊ ആരും അത് CPM ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. പിന്നെ വേറുള്ളവർക്ക് അങ്ങോട്ട് ക്ഷണിക്കാനും ഉള്ള സാമാന്യമുള്ള കാര്യം. നീണ്ട കുറെ കാലം നമ്മുടെ ജനമധ്യത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോഴും ആളുകള് നമ്മളോട് പരാതികൾ അറിയിക്കാനും അവരുടെ കഷ്ടതകൾ പറയാനും ഒക്കെ ഇപ്പോഴും വരാറില്ലേ? വരുന്നുണ്ട്, തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഞാൻ എന്റെ കയ്യിലുള്ള എനിക്കറിയാവുന്ന എന്റെ എക്സ്പീരിയൻസ് വെച്ച് ചെയ്തു കൊടുക്കാന്ന് എല്ലാം ചെയ്തു കൊടുക്കും. ഒരുപാട് പേര് വരാറുണ്ട്, സത്യമാണ്. ഇവിടെ കണ്ടില്ല, അവിടെ വരും. അന്നേരം നമ്മളങ്ങ് നാച്ചുറലി എവിടെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് പറ്റുന്ന ചെയ്തു കൊടുക്കും, അല്ലെ ഒരു നിവൃത്തിയില്ലെന്ന് പറയും. അത്രേ ഉള്ളൂ. പൊതുപ്രവർത്തനമൊക്കെ നമുക്ക് എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പൊതുപ്രവർത്തന രംഗത്ത് ദുരനുഭവം എന്ന് ചോദിച്ചാൽ അതൊക്കെ എനിക്ക് അങ്ങനെ ഒരു മോശപ്പെട്ട അനുഭവങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെയൊന്നും അങ്ങനെ അധികം വലിയ അംഗീകരിക്കാനൊന്നും ആൾക്കാർ തയ്യാറാവില്ല. ഏത് പോസ്റ്റിൽ ഇരുന്നാലും അതങ്ങനെയാണല്ലേലും, അത് സ്വാഭാവികമല്ലേ. അപ്പൊ അത് അങ്ങനെയല്ല. എന്നാലും ജനങ്ങളൊക്കെ എപ്പോഴും നല്ല സ്നേഹമായിരുന്നു. എനിക്കല്ലാതെ മോശപ്പെട്ട അനുഭവങ്ങളൊന്നും എന്റെ ഓർമ്മയിൽ അങ്ങനെ വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഈ ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കാലം വരാൻ പോകുന്നത്, ഒരുപാട് പേര് ഈ സ്ഥാനാർത്ഥി കുപ്പായങ്ങൾ ഇപ്പോഴേ തയ്പ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാ പാർട്ടികളിലും ഉണ്ടാവും. അപ്പോ അവരോടൊക്കെ ഒരു ജനപ്രതിനിധി ആയിരുന്ന ആളെന്ന നിലയിൽ എന്താ അവരോടൊക്കെ സജസ്റ്റ് ചെയ്യാനുള്ളത്? ഞാൻ തീർച്ചയായിട്ടും പറയുള്ളൂ, ഏത് കുപ്പായം തയ്ച്ചിട്ടാലും മനുഷ്യനെ സേവിക്കാൻ തയ്യാറുള്ളവർ മാത്രമേ ഇറങ്ങാവുള്ളൂ. പിന്നെ ഈ പ്രവർത്തനത്തിൽ കൂടെ ലാഭമൊന്നും ഉണ്ടാകുമെന്ന് ധരിക്കണ്ടായിരുന്നു. ഞാൻ എൻ്റെ അനുഭവമാണേ പറഞ്ഞത്, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യരുടെ ഒരു വാർഡ് കൗൺസിലർ ആയാൽ പോലും, ഒരു മെമ്പർ ആയാൽ പോലും 100 കണക്കിന് കാര്യങ്ങൾ ഈ ബഡ്ജറ്റ് വിഹിതം അല്ലാതെ ചെയ്യാൻ പറ്റും. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി നന്നായി ചെയ്ത് മനുഷ്യന് സേവനം ചെയ്യാനായിട്ട് തയ്യാറുള്ളവരെ കുപ്പായം ഇട്ട് ജയിച്ചു വരാവുള്ളൂ എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് മുഴുവൻ ആൾക്കാരോട്. അങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ. കേരളത്തിലെ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തില് ഒരു 3ാം ഭരണം ഇടതുമുന്നണിക്ക് കിട്ടും. അതിപ്പോ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എനിക്കത് പറയാം. നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രൊജക്ട് ചെയ്തുകൂടല്ല. നമ്മൾ അതിന് പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കണം. ഗവൺമെന്റ് ആയാലും ഏത് പാർട്ടി ഭരിക്കുമ്പോഴായാലും നല്ലപോലെ പ്രവർത്തിച്ച് മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഒരുവിധം എല്ലാവർക്കും പരിഹരിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരുവിധം ന്യായമാണ്, ശരിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീല്
മനുഷ്യരുടെ ഇടയിലോട്ട് പൊതുവായിട്ട് കൊണ്ടുവരണം. അതെ കൺവിൻസിങ്, ഒരു വിവാദം വന്നാൽ കൺവിൻസിങ് ആയിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിയണം. മനുഷ്യന് ബോധ്യം വരുന്ന, തെറ്റിദ്ധാരണ വരുന്ന രീതിയിലല്ലാതെ ഇന്നാണെങ്കിൽ ഇന്നാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള മറുപടി പറയാനും ഒക്കെ ആയിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ചെയ്യുന്നതിനെല്ലാം ഒരു ആത്മാർത്ഥതയുടെ തുടർച്ച ഉണ്ടാകുന്നതിന് പാടൊന്നുമില്ല, ഏത് രാഷ്ട്രീയത്തിനായാലും. പക്ഷെ അതെപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കണം. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളും അതോ മറ്റു പ്രശ്നങ്ങളും വലിയ വലിയ ഇഷ്യൂസും ഒന്നും ഉണ്ടാകാതെ പരമാവധി കാര്യങ്ങളെല്ലാം ഇടപെട്ട് നല്ല രീതിയിൽ പോയാൽ കൊണ്ടുപോകാൻ കഴിയുന്നതേ ഉള്ളൂ. ഐഷ പോറ്റിയെ സംബന്ധിച്ചോളം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചവരാണ്. അത് നല്ല രീതിയിൽ, അത് ജനങ്ങളുടെ സ്വാധീനം മാത്രമല്ല, നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനത്തിന് വിട്ടൊരു അംഗീകാരം. യഥാർത്ഥത്തില് ഒരു മന്ത്രിസ്ഥാനം നമുക്ക് അർഹിച്ചത് തന്നെ അല്ലായിരുന്നു. അങ്ങനെ അർഹിക്കുന്നില്ലെന്ന് തോന്നിക്കാണും തീരുമാനിക്കുന്നവർക്ക്, അതുകൊണ്ടായിരിക്കും. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാതെ തരുവോ തരാതിരിക്കോ ഏതായാലും MLA ആയിരുന്നിട്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം കാര്യങ്ങളൂടെ ചെയ്തില്ലേ. നിങ്ങളൊക്കെ ഓരോരുത്തരും അതിന് സാക്ഷികളല്ലേ. അല്ലാതെ അതിന് മന്ത്രിസ്ഥാനം ഒന്നും വേണമെന്നില്ലല്ലോ പ്രവർത്തിക്കും. പിന്നെ മന്ത്രിയാക്കണോ വേണ്ടയോ എന്നുള്ളത് ആരുടെ, ഏത് പാർട്ടിയിൽ ഇരിക്കുന്നു അവരുടെ ഒരു തീരുമാനം. അത് ആരെ ആക്കണം എന്നുള്ള അവരല്ലേ തീരുമാനിക്കുന്നത്. അവർക്ക് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന തീരുമാനം അവരെടുക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. ഈ തീരുമാനങ്ങളൊക്കെ നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ പൂർണ്ണമായി ഉചിതം തന്നെ ആയിരുന്നു. അവർക്ക് ഉചിതമായിരിക്കും, അവർക്ക് എടുത്തവർക്ക് ഉചിതമായിരിക്കും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. എന്തുകൊണ്ട് ഇപ്പോഴും അപ്രിയങ്ങളൊന്നും തുറന്നു പറയാത്ത ഒരു? എനിക്കിഷ്ടമല്ല ആരെ കുറ്റപ്പെടുത്താൻ, എനിക്കിഷ്ടമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും വയ്യെന്നൊക്കെ തന്നെ പറഞ്ഞതുപോലും എന്റെ ഞാൻ ഇരുന്നിട്ടുള്ള ആരെ പഴി പറയാൻ ഇടയാക്കണ്ട വിചാരിച്ചിട്ട്. അല്ലാണ്ട് അല്ല, ഇപ്പൊ ഒരു പൊതുസമൂഹം ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഐഷ പോറ്റിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നത് എന്നതിന് ഒരു ന്യായമായ കാരണം പറയാൻ നേതൃത്വം. അതിന്റെ ഉത്തരം അവർക്കേ പറയാൻ പറ്റൂ, എനിക്കറിഞ്ഞൂടാ. ഈ തീരുമാനം എടുക്കുന്നവർക്കല്ലേ അതിന്റെ ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് അതിന്റെ ഉത്തരം പറയാൻ പറ്റില്ല. എന്റെ വിചാരം ഞാനല്ല, അടുത്ത ആളായിരിക്കും നല്ലത്, അതുകൊണ്ടായിരിക്കും പാർട്ടി കൊടുത്തതെന്നായിരിക്കും എന്റെ ഒരു വിചാരം. എത്രയോ പേര് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെക്കാളും കുറെ കൂടി യോഗ്യരായിട്ടുള്ളവര് വേറുള്ളവരായതുകൊണ്ടായിരിക്കും പാർട്ടി അങ്ങനെ തീരുമാനിക്കുന്നത്. ചിലരെയൊക്കെ എടുത്തു വച്ചിരിക്കുന്ന സ്ഥാനങ്ങള് അത് എന്തോരം തലവേദന ഉണ്ടാക്കുന്ന നേതാക്കൾക്ക് തന്നെ അറിയാം. പലർക്കും പല സ്ഥാനങ്ങളും കൊടുത്തിട്ട്, പക്ഷേ ഒരു ബോർഡിലേക്കോ അല്ലെങ്കിൽ കോർപ്പറേഷൻ സ്ഥാനത്തേക്കോ പോലും പിന്നീട് നമ്മളെ നേതൃത്വം 3 തവണ എന്നെ MLA ആക്കിയില്ല. 3 തവണ MLA ആയല്ലോ, അത് തന്നെ അധികമല്ലേ. ഇന്നത്തെ കാലത്തൊക്കെ എല്ലാ കാര്യങ്ങളും ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. മുഴുവൻ ആൾക്കാരും, ഞാനൊന്നും ആരോടും ഒന്നും പറയാറില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങളും മനുഷ്യൻ കണ്ടും കേട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ആരും മണ്ടരൊന്നും അല്ലല്ലോ. എല്ലാ കാര്യങ്ങളിലും, ഏത് കാര്യത്തിലായാലും, സർക്കാർ കാര്യമായാലും രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങളായാലും എല്ലാം കൃത്യമായിട്ട് കണ്ടും കേട്ടുമാണ് ഇതിന്റെ ദൃശ്യമാധ്യമങ്ങളെല്ലാം ഉള്ള സമയം ഇപ്പം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണെന്നും എങ്ങനെയാണെന്നും എന്താ പോകുന്നതെന്നും ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വിലയിരുത്താൻ ജനങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ജനഹിതം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാർട്ടി ഇപ്പോഴും കുറച്ചൊരു വർഷം പിന്നോട്ടാണെന്ന് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. അത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ചാൽ പാർട്ടിയുടെ അസസ്മെന്റ് ആയിരിക്കും അങ്ങനെ. ഇപ്പോ പാർട്ടി ഒരാളെ ആക്കണം എന്ന് വെച്ചാൽ ആ ആള് വരണമെന്നേ പാർട്ടിക്ക് വിചാരമുള്ളല്ലോ, വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ കൊട്ടാരക്കരയിലെ പാർട്ടി നേതൃത്വത്തെ നമ്മളിങ്ങനെ ഇച്ചിരി അകന്നിരിക്കുന്നതിന്റെ കാരണം എന്തോ? അത് കുറെ നാളുകളായിട്ടേ. അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് അകൽച്ചയൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ ആരോടും അകൽച്ചയൊന്നുമില്ല. പിന്നെ എനിക്ക് ശരിയല്ലെന്ന് തോന്നുന്നോ അല്ലെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ പോകത്തില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇഷ്ടമല്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാനോ പറയാനോ പോകുന്ന ഏർപ്പാടേ ഇല്ല, പണ്ടേ ഇല്ല. അപ്പൊ ആരെന്തോ വിചാരിച്ചാലും എനിക്ക് അതിനൊന്നും ഇല്ല കാര്യം. ഈ പഴയ നേതാക്കളിൽ ഇപ്പോഴും നമ്മളോട് കാര്യങ്ങൾ തിരക്കുകയും സ്നേഹമായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? താഴെ തട്ടിലുള്ള എല്ലാവരും വിളിക്കും. താഴെയൊക്കെയുള്ള പ്രവർത്തകരൊക്കെ എപ്പോഴും മെസ്സേജ് ഒക്കെ വന്നേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞാനതിന് മറുപടി ഇടും. ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്ക് കുറെ ദിവസം ഫോണൊന്നും എടുക്കാൻ വയ്യാതെ വന്നപ്പോ അവിടെയൊക്കെ എഴുകോണിലും ഒക്കെ ഉള്ള കുറെ വനിതാ സഖാക്കളും അല്ലാതുള്ള താഴെ തട്ടിൽ ഈ വാർത്തകളൊക്കെ വന്നിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. ഭയങ്കര സ്നേഹമാണല്ലോ, നല്ല സ്നേഹമാണ് എല്ലാവർക്കും. സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാൻ പോവുകയാണ്. പാർട്ടിയുടെ പൊതുസമ്മേളനങ്ങളെ, യോഗങ്ങളെ, പരിപാടികളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ സജീവമാകുമോ? ഞാനിപ്പോ ഒന്നിലും സജീവമല്ല, ഞാൻ കമ്മിറ്റിയിൽ ഇല്ലല്ലോ. കമ്മിറ്റിയിലൊക്കെ ഉള്ള ഉത്തരവാദിത്തം ഉള്ളവരല്ലേ അതൊക്കെ ചെയ്യേണ്ടത്. ഉള്ളപ്പം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ.
നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഇവിടെ എങ്ങനെയാണ് ജില്ലാ സമ്മേളനം കഴിഞ്ഞോടെ നടന്നതെന്ന്? എല്ലാരെയും കൂട്ടി 1000 പേരുടെ തിരുവാതിരയൊക്കെ ആക്കി ഞങ്ങൾ തുടങ്ങി വെച്ചപ്പോ കേരളം മുഴുവനായി. എല്ലാരും നന്നായിട്ട് കൊണ്ടുപോയിക്കോളും, കുഴപ്പമില്ല. പാർട്ടിയിലേക്കൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുമല്ലേ ഇപ്പൊ. എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമോ? പക്ഷെ അത് ഞാൻ തന്നെ വിചാരിച്ചാൽ പറ്റൂല. എന്താ പറയാ, ലീഗൽ എയ്ഡ് സെല്ലോ അല്ലെങ്കിൽ കൗൺസിലിംഗ് സെന്ററോ ഒക്കെ തുടങ്ങണം എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഓഫീസ് വെറുതെ കിടക്കുമായിരുന്നു. അപ്പൊ അത് ചെയ്യാന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പൊ അങ്ങ് ചെയ്തോന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പണിയില്ല, എനിക്ക് എന്റെ പ്രാക്ടീസ് ചെയ്താൽ പോരെ. എന്നാല് എനിക്ക് അത് തന്നെ നല്ല സമയം വേണമല്ലോ അതിന്. പിന്നെ ഈ ഒരു പൊതുസേവനത്തിലേക്ക് വരാൻ ഒരു കൂട്ടായ്മയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒറ്റയ്ക്ക് ഞാൻ പല ഫോറത്തിലും പറഞ്ഞാണത്. അതങ്ങ് ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വാടക കൊടുക്കണ്ടെന്നുള്ളതല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ സെറ്റ് ചെയ്യേണ്ട. ഒരാളെ ഒരു വിത്തണം, കമ്പ്യൂട്ടർ റെഡിയാക്കണം, പിന്നെ എല്ലാം ഇതൊക്കെ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ഒരു സാധനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 100% കറക്റ്റായിട്ട് പോകണ്ടേ. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതും താത്തു വെച്ചു. നല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒപ്പം നിൽക്കാൻ തയ്യാറാണ്. നല്ല നല്ല സംഘടനകളൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലോണം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ സംഗീതത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അങ്ങനെയൊക്കെയുള്ള പരിപാടിയിലൊക്കെ വിളിച്ചെന്താ പോയാലും ഒരു കുഴപ്പമില്ല. നല്ല കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണേലും റെഡിയാണ്. പക്ഷെ അതൊന്നും ഇനി ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റൂല, അത് പറ്റത്തില്ല. ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ട് തന്നെ തുടരും. ഞാൻ അങ്ങനെ വേറെ ഒന്നും മാറണം ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ എന്ന വ്യക്തിയായിരിക്കും. ഈ ഐഷ പോറ്റി തന്നെയായിരിക്കും. അത്ര എന്റെ ഇൻഡിവിജ്വാലിറ്റി എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. എന്തെല്ലാം ആയാലും എത്ര നാൾ കഴിഞ്ഞാലും. നമ്മുടെ ഒരു സ്വപ്ന പ്രോജക്റ്റ് തന്നെയായിരുന്നു താഴത്തുള്ളകട പാലം. തീർച്ചയായിട്ടും. കാരണം ആ നാട്ടുകാരുടെ ഒരു വലിയ ആവശ്യമായിരുന്നു. MLA ആയിരുന്ന കാലം 2ാം ടേം മുതൽ ഇനി പിറകെ നടന്നിട്ട് പറയും ഏനാത്ത് പാലത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു. അപ്പൊ ഒരിടത്ത് വേണമെന്ന് ഒരു കൂട്ടര്, അപ്പുറത്ത് ചെട്ടിയാരഴിയത്ത് വേണമെന്ന് അടുത്ത കൂട്ടര്, അതെല്ലാം ആയി അവസാനം ആ ലെങ്ത് വെച്ച് നോക്കുമ്പോൾ ചെട്ടിയാരഴിയത്ത് കുറച്ചുകൂടി ഫിറ്റാ. അങ്ങനെ അതിനുവേണ്ടി നടന്ന് കിഫ്ബിയിലെ പൈസ ഒപ്പിച്ച് ഒരുപാട് സ്ട്രെയിൻ എടുത്തു അതിന്. അപ്പൊ അങ്ങനെയാണ് അതിനകത്ത് ബഡ്ജറ്റിലെ ഏതാണ്ട് എത്ര കോടിയോ ആണെന്ന് കഴിഞ്ഞ് മറന്നുപോയി, 10 കോടി സംതിങ്. അന്ന് അത്രയും മതിയായിരുന്നു, അത്രയും കൊല്ലം മുമ്പല്ലേ. അന്നേരം അങ്ങനെ അതൊക്കെ അനുവദിച്ചു. കിഫ്ബിയിലെ ഒരു ഷൈല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അവർക്കെല്ലാം നല്ലോണം അറിയാം നമ്മളെ. നിരന്തരം വിളിച്ച് പിറകെ പോയാണ് അത് സാധിച്ചെടുത്ത് പെട്ടെന്ന് പണിഞ്ഞും തുടങ്ങിയായിരുന്നു. അന്നത്തെ എല്ലാ മിനിസ്റ്റർമാരും പറയുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ഐഷ പറ്റി ആവശ്യപ്പെട്ടാ പിന്നെ വിടാതെ പിന്തുടരുമെന്ന്. ഒരു രക്ഷയില്ലാതെ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇത് എളുപ്പമുണ്ടോ? അങ്ങനെ വന്ന ഒരു പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി നിർത്തിയതിലും ഞാൻ MLA അല്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പൊ MLA അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്നാലും അതിന്റെ ഉദ്ഘാടനത്തെ കുറിച്ച് നമ്മളോട് ചർച്ച ചെയ്യുകയൊന്നും ചെയ്തിരുന്നില്ല. ഒന്നുമില്ല. പക്ഷെ അതിന്റെ പണി പൂർത്തീകരിക്കുന്നവരെ ഞാൻ ഇടപെടുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും തിരക്ക്. പിന്നെ ഞാൻ അത് ആ ഫോൺ കാൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നമ്മളതെല്ലാം ഒന്ന് സ്പീഡാക്കണേ. വലിയൊരു സ്വപ്നമായിരുന്നു, എന്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് ഞാൻ പറയുമായിരുന്നു. അതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. തിരക്കാണെന്നായിരിക്കും മറുപടി. പക്ഷേ നമ്മുടെ പുതിയ MLA യും മന്ത്രിയും വികസന കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ നമ്മളോട് ചർച്ച ചെയ്യുകയോ നമ്മളെ വിളിക്കുകയോ? ഞാൻ എന്നെ വിളിക്കേണ്ട ആവശ്യം ഇല്ലായിരിക്കും. അദ്ദേഹത്തിന് എല്ലാം ഒത്തിരി സെറ്റപ്പ് ഒക്കെ ഇല്ലേ, എല്ലാരും ഉണ്ടല്ലോ. അന്നേരം പരിപാടിയൊക്കെ ഉണ്ട്, അങ്ങോട്ട് ഇറങ്ങണേന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ ഇറങ്ങേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു ഹരിത കേരള മിഷന്റെ വലിയൊരു പരിപാടി അവിടെ സംഘടിപ്പിച്ച് അവിടെ വരണം എന്ന് പറഞ്ഞാൽ ഇനി ആര് പറഞ്ഞാലും ഞാൻ അങ്ങനെ പോയിരിക്കേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അതുപോലെ ഇപ്പോ ഇപ്പോഴും നമ്മളെ പല ആളുകൾ വിളിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള തരത്തിൽ ഏറ്റവും അനുഭവമായ എന്തെങ്കിലും? ഇപ്പോ എനിക്ക് ഈ അടുത്ത സമയത്തുണ്ടായ ഒരു അനുഭവം, ഇക്കഴിഞ്ഞ കൊട്ടാരക്കര ശ്രീധരൻ നായർ അനുസ്മരണത്തിന് എല്ലാ വർഷവും എന്നെ വിളിക്കും. ഞാൻ ചിലപ്പോൾ ഇവിടെ ഇല്ലായിരിക്കും, എന്നാലും എൻ്റെ പേരൊക്കെ വയ്ക്കും അവര്. ഇത്തവണ അതിന്റെ ഉദ്ഘാടനം മന്ത്രി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. വന്നേ പറ്റുമെന്ന് പറഞ്ഞു. ഇവിടെ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പ്രശ്നമില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതിയല്ലോ ധന്യയില്. അപ്പൊ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ സത്യത്തിൽ കുറെ ട്രീറ്റ്മെന്റ്, ഈ കാലിന് പറ്റിയ 3 കൊല്ലം മുമ്പ് പറ്റിയ ആ പ്രശ്നമൊക്കെ ആയിട്ട് വർക്കലയിലൊക്കെ അഡ്മിറ്റായി നല്ല ആശ്വാസം വന്ന സമയമാണ്. അതുവരെ ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാവാത്തോണ്ടേ ഞാൻ നടക്കുള്ളൂ. എനിക്ക് വേദനയായിരുന്നു കാൽപാദം ചവിട്ടാൻ. അപ്പൊ ഇങ്ങനെ ഇവരെ കയറി ചെന്ന് ഇവിടുന്ന് അങ്ങ് സ്റ്റേജ് എത്തുന്നവരെ അപ്പുറം ഇവിടെയായിരുന്നു ഇത്രയും നാള്. ഞങ്ങൾ ഇങ്ങനെ എവിടെ പോയി എന്ന് ഇങ്ങനെ വിചാരിച്ചത്. എനിക്കൊക്കെ നല്ലോണം അങ്ങ് ശരിക്കും ഒരു വിഷമം, ഒരു ഫീലായിപ്പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെറിയൊരു കാര്യമായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് ചെന്നിട്ട് ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് ഒരു ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു, ഇതുപോലെ 3 കൊല്ലം മുമ്പ് ആ സിവിൽ സ്റ്റേഷനിൽ സ്ലിപ്പ് ചെയ്ത് എൻ്റെ കാലിന് നല്ലൊരു പ്രശ്നം പറ്റി. അന്നേരം അത് ഗൗരവമായിട്ട് എടുത്തില്ല, ഗുളികയൊക്കെ കഴിച്ച് ഓടി.
2 മാസം കഴിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടൊക്കെ ഇരുന്നു. പക്ഷെ അത് മാറാൻ പ്രയാസമാണെന്ന് അന്നേ പറഞ്ഞു. അത് വെച്ചുകൊണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അത് വെച്ചുകൊണ്ടും ഈ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാഷിന്റെ യോഗം വന്നപ്പം ഒരു ഓട്ടോറിക്ഷയിൽ പോയി. ഈ ഉള്ള കാര്യങ്ങൾ അങ്ങനെയോ പറയുന്ന പണി എനിക്കുണ്ട്. അത് സത്യം. അത് ആൾക്കാർക്ക് എന്താ തോന്നുക എനിക്ക് ഞാനുള്ള കാര്യം പറഞ്ഞു. അന്ന് അതാണ് പറ്റിപ്പോയത്. അയാളൊന്ന് ചവിട്ടിയായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പൊ ബാക്ക് പെയിൻ വന്ന് ചെറിയ ഹെയർ ലൈൻ ഫ്രാക്ചർ വന്നിട്ടുണ്ടായിരുന്നു MRI ചെയ്തപ്പോൾ. അപ്പം അത് വേദന കൊണ്ട് സഹിക്കുക. ഞാൻ പാർട്ടിയിലെല്ലാം അവധിയൊക്കെ എഴുതി കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് കുറേയൊക്കെ എടുത്തു. പക്ഷെ അതൊന്നും കുറയാതെ പിന്നെ ഞാൻ എല്ലാം അങ്ങ് അവസാനിപ്പിച്ചിട്ട് പിന്നെ പ്രാക്ടീസും അങ്ങ് തുടങ്ങിയായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് ഇതുപോലെ അവരോടങ്ങ് പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരുന്നു. നിറയെ ആളായിരുന്നു. അപ്പം അവരെല്ലാം ഇങ്ങനെ മിണ്ടാതിരുന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു ഇപ്പം എനിക്കെല്ലാം കുറഞ്ഞു. വർക്കലയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറി. ഇപ്പോൾ നന്നായിട്ട് നടക്കാൻ എല്ലാ കാര്യവും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ എല്ലാത്തിലും ഒക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് കാര്യം. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് പറയാമെന്ന് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഇനി ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല കേട്ടോ എന്നും പറഞ്ഞു. അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്ക്. അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരെല്ലാം അതേപോലെ പറഞ്ഞപ്പോഴേ അതൊരു സ്ട്രൈക്ക് ചെയ്തായിരുന്നു കേട്ടോ. കാണാതെ എത്ര നാളായി എൻ്റെ അടുത്ത് എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴേ ഞങ്ങളിങ്ങനെ അന്വേഷിക്കുമായിരുന്നു എവിടെ ആയിരുന്നു. ഈ നിങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ മനുഷ്യർ ഓർക്കുന്നുണ്ട് ശരിക്കും. ഞാൻ അവരെ ഓർക്കുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങനെ പഴയ പോലെ എല്ലാവർക്കും ഇങ്ങനെ 14, 15 കല്യാണത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നതല്ലേ, മരണത്തിനായാലും ഒക്കെ. അങ്ങനെ എനിക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി എന്തെല്ലാം നിങ്ങളെല്ലാവരും പറഞ്ഞാലും ഞാൻ ഉൾപ്പെടെ ബാധിക്കും. സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണെന്ന് പറഞ്ഞാലും ഞങ്ങളുടെയൊക്കെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആ വീടുകളിലൊക്കെ ഉള്ള സ്ത്രീകളൊന്നും പുറത്തെ, എനിക്ക് തോന്നുന്ന ബ്രാഹ്മണരെയും ഞാൻ മാത്രമേ ഒരു വനിത MLA ആയി കാണത്തുള്ളൂ. എൻ്റെ അറിവിൽ വേറെ ആരുമില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ എപ്പോഴും പുറകോട്ട് പിടിക്കാൻ ഒരുപാട് പേര് കാണും. അതിന്റെ ഒക്കെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പിടിച്ചിത്ര നിന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. ഈ അടുത്ത സമയത്ത് ഉണ്ടായതാണ്. അത് എല്ലാവരും കൂടി ഇങ്ങനെ ചോദിച്ചപ്പോ നടന്നു പോകുമ്പോ എല്ലാരും എവിടെ വരുന്നു ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ അങ്ങ് ആകെപ്പാടെ അവരൊക്കെ അവരിൽ ഒരാളായിട്ട് കാണുന്നതിലുള്ള ഒരു ഇതാണ്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഓക്കെ ആയി. MLAയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? നന്നായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാ എനിക്ക് തോന്നുന്നേ. ആരും ഒന്നും വേറെ പറഞ്ഞു കേൾക്കാറില്ല. അവസാനമായിട്ട് ഒറ്റ ചോദ്യം, തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതീക്ഷിക്കാമോ? ഒത്തിരി തെരഞ്ഞെടുപ്പിൽ ഇരുന്നതല്ലേ, ഇനി എന്തിനാ പ്രതീക്ഷിക്കുന്നത്? ഇനി നല്ല രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോവാ, സന്തോഷമായിട്ട് സ്വസ്ഥമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക. അത് തന്നെയാണ് നല്ലത്. ഇത് തന്നെയാണ് മുൻ MLA ആയിഷ പോറ്റി. എങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചാലും പറയാനുള്ളത് ചിരിച്ച് കളിച്ച് പറഞ്ഞു, ഇല്ലയോ ഇല്ല. അപ്പോ ഇനിയും നമുക്ക് ഐഷ പോറ്റിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എന്തായാലും ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിറഞ്ഞ നന്ദിയോടുകൂടി എല്ലാവർക്കും, ഈ സംവാദം വീക്ഷിക്കുന്ന എല്ലാവർക്കും നന്ദി. ഒപ്പം ഐഷ പോറ്റി മാഡത്തിന് നന്ദി. നമസ്കാരം.